നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും വെറും മണിക്കൂറുകൾക്കുള്ളിൽ നടന്നു കിട്ടുവാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് 3, 6, 9 എന്ന സംഖ്യ ഉപയോഗിച്ചുള്ള ആകർഷണ നിയമം അഥവാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. അതായത് ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വപ്നങ്ങളും ജീവിതത്തിൽ ഉടനെ തന്നെ പരിഹാരം കാണേണ്ട പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കും. അതിൽ ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് സ്വന്തമായി വീട്, നല്ല സാമ്പത്തിക സ്ഥിതി, സ്വന്തമായൊരു വാഹനം, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, മെച്ചപ്പെട്ട ആരോഗ്യം ആഗ്രഹിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുവാനുള്ള യോഗം, സന്താനഭാഗ്യം, നല്ല കുടുംബജീവിതം, മനസമാധാനം എന്നിങ്ങനെ പല വ്യക്തികൾക്കും പല തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ മിക്ക ആളുകൾക്കും മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അത്യാവശ്യങ്ങളും ഒന്നും നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നടന്നു കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത്ര വേഗത്തിൽ നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഒരു അത്ഭുതം എന്ന പോലെ ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു വിദ്യയാണ് ഈ 3, 6, 9 എന്ന സംഖ്യ ഉപയോഗിച്ച് ചെയ്യുവാൻ കഴിയുന്നത്. അതായത് ഈ ഭൂമിയിലെ ഏതൊരു കാര്യമാണെങ്കിലും അതല്ല ഏതൊരു വസ്തുവാണെങ്കിലും ഒരു സംഖ്യാക്രമത്തെ പാലിക്കുന്നവയാണ്. ഈ കണ്ടുപിടുത്തം നടത്തിയത് നിക്കോള ടെസ്ല എന്ന ശാസ്ത്രജ്ഞനാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യത്തിനെയും 3, 6, 9 എന്നിങ്ങനെയുള്ള സംഖ്യ ഉപയോഗിച്ച് നിങ്ങളുടെ ആകർഷണ വലയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഈ ഒരേ ഒരു വിദ്യ ഉപയോഗിച്ച് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടുള്ള വ്യക്തികൾ ഒരുപാടാണ്. മാത്രമല്ല എൻ്റെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലും ഈ ഒരു വിദ്യ പരീക്ഷിച്ച് വളരെ ഫലപ്രദമായി വന്നിട്ടുള്ളവയുമാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെയും നേടിയെടുക്കുവാനായി ഈ 3, 6, 9 എന്നീ സംഖ്യ കൃത്യമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം എന്താണെന്നും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പോൾ സാധിച്ചു കിട്ടേണ്ട ആഗ്രഹം എന്താണെന്നുള്ളതും തീരുമാനിക്കുക. കാരണം ഒരു മനുഷ്യനാകുമ്പോൾ ആഗ്രഹങ്ങൾ പലതായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമായിരിക്കില്ല നിലവിലുണ്ടായിരിക്കുക. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യമായി ഒരേ ഒരു ആഗ്രഹം മാത്രമേ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ. ആ ആഗ്രഹം നടന്നതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണമായി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആഗ്രഹം നിങ്ങൾക്ക് ഈ മാസം തന്നെ നല്ല ഒരു വരുമാനം ഉണ്ടാവണം എന്നാണെങ്കിൽ നിങ്ങൾ അത് നടന്നു കിട്ടി എന്ന് തന്നെ മനസ്സിൽ വിശ്വസിച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബുക്കും പേനയും എടുക്കുക എന്നുള്ളതാണ്. വരയിട്ട ബുക്കാണെങ്കിലും വരയില്ലാത്ത ബുക്കാണെങ്കിലും അതിൽ കുഴപ്പമൊന്നും തന്നെയില്ല. ഇനി പേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നീലയോ പച്ചയോ നിറമുള്ള പേന തന്നെ ഉപയോഗിക്കുക. ഇനി ഈ 3, 6, 9 എന്ന വിദ്യ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസം 3 സമയങ്ങളിലായി എഴുതേണ്ടതുണ്ട്. ഇതിൽ ആദ്യമായി നിങ്ങൾ എഴുതേണ്ടത് രാവിലെ ഒരു 6 മണി മുതൽ 11:30 വരെയുള്ള സമയത്തിനുള്ളിൽ 3 തവണ എഴുതുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചു എന്നുള്ള രീതിയിൽ തന്നെ വേണം എഴുതുവാൻ.
ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എനിക്ക് ഈ മാസം നല്ല വരുമാനം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമെന്ന് നിങ്ങൾക്ക് 3 തവണ എഴുതാം. ഇത് ഒരു ഉദാഹരണമായി മാത്രം പറഞ്ഞുവെന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം വേണം ഇത്തരത്തിൽ നടന്നതായി മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എഴുതുവാൻ. ഇനി അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഉള്ളിലായി നിങ്ങൾ വീണ്ടും 6 തവണ ഇതേ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച അതേ കാര്യം എഴുതുക. എഴുതുന്ന സമയം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ശുഭകാര്യം ശരിക്കും നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കുമോ അതേ രീതിയിൽ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം എഴുതുവാൻ. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായുള്ള സമയത്ത് കുറഞ്ഞ പക്ഷം വൈകുന്നേരം 6 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് 9 തവണ ഈ കാര്യം എഴുതാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതലായി എഴുതുവാനുള്ള സാവകാശമുള്ളവരാണ് നിങ്ങളെങ്കിൽ രാവിലെ സമയങ്ങളിൽ നിങ്ങൾ എഴുതുമ്പോൾ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 3 കിട്ടുന്ന തരത്തിൽ വരുന്ന അത്രയും തവണ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ രാവിലെ 12 തവണയോ 21 തവണയോ 30 തവണയോ ഒക്കെ എഴുതുകയാണെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ, അതായത് 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ 2 + 1 എന്ന് പറയുന്നതും 3 ആണ്. അതുപോലെ 3 + 0 എന്ന് പറയുന്നതും 3 തന്നെയാണ്. ഇത്തരത്തിൽ തമ്മിൽ കൂട്ടുമ്പോൾ 3 ലഭിക്കുന്ന തരത്തിൽ എത്ര തവണ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അത് വളരെ ഗുണകരമാണ്. കുറഞ്ഞത് 3 തവണയെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് 15 തവണയോ 33 തവണയോ 42 തവണയോ ഒക്കെ തമ്മിൽ കൂട്ടുമ്പോൾ 6 വരുന്ന രീതിയിൽ ഏതൊരു സംഖ്യയുമായി ബന്ധിപ്പിച്ച് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സമയക്കുറവുള്ളവരാണെങ്കിൽ 6 തവണ കുറഞ്ഞത് എഴുതിയാൽ 6 തവണ കുറഞ്ഞത് എഴുതിയാൽ മതി, ഫലം ഉറപ്പാണ്. ഇനി അതുപോലെ രാത്രി സമയങ്ങളിൽ എഴുതുമ്പോൾ നിങ്ങൾ കുറഞ്ഞത് 9 പ്രാവശ്യവും, അതല്ല എന്നുണ്ടെങ്കിൽ 27 തവണ, 36 തവണ, 63 തവണ, 72 തവണ, 81 തവണ എന്നിങ്ങനെ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 9 വരത്തക്ക രീതിയിൽ എത്ര തവണ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കണമെന്നുള്ളവർക്കും 100% ഇതിൻ്റെ ഫലം ലഭിച്ചേ പറ്റൂ എന്നുള്ള വ്യക്തികളുമാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പരമാവധി കൂടുതൽ തവണ എഴുതുന്നത് ആഗ്രഹ സഫലീകരണം ഇരട്ടിയാക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തുടങ്ങുന്നത് മുതൽ കാര്യസാധ്യം ലഭിക്കുന്നത് വരെ മുടങ്ങാതെ എല്ലാ ദിവസവും കൃത്യമായി എഴുതുവാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞത് 21 ദിവസമെങ്കിലും നിങ്ങൾ ഇത് തുടർച്ചയായി ചെയ്തിരിക്കണം. ഇനി 21 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാര്യം നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് നിർത്തി അടുത്ത കാര്യത്തിന് വേണ്ടി എഴുതി തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിദ്യ ചെയ്യുവാനായി പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല. ഏതു ദിവസമാണോ നിങ്ങൾ തുടങ്ങുന്നത് ആ ദിവസം 3 നേരവും ഈ പറഞ്ഞ സംഖ്യാപ്രകാരം നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. എഴുതുന്നതിനോടൊപ്പം വിശ്വാസത്തിനും അത്രയേറെ പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങൾ ഈ പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഇത് നടക്കുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം പിന്നീട് ലഭിക്കുക എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. അതിനാൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരും ആ ശുഭകാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വിദ്യ ചെയ്യുവാനായി
നിങ്ങൾ ഒരു തരത്തിലുള്ള നൊയമ്പും നോക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്കാണെങ്കിലും ഒരു മാസത്തിൻ്റെ എല്ലാ സമയത്തും തന്നെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഈ അധ്യായം കാണുന്ന എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഒരു അത്ഭുതം എന്ന പോലെ ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് നൽകും. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല, ഈ ഒരു കാര്യം ഇതിനു മുൻപ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.